എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഗോതമ്പ് മാവും സവാളയും കൊണ്ട് ഹെൽത്തിയായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. മുകൾ വശം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റുമായിട്ടുള്ള ഇത് കഴിക്കാൻ സൈഡ് ഡിഷ് ഒന്നും തന്നെ ആവശ്യമില്ല. എന്നും ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കാതെ ഇങ്ങനെ വ്യത്യസ്തമായി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നോക്കൂ. ഇത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായി കഴിക്കാം. ഇനി ഇത് 4 മണി പലഹാരമായും കഴിക്കാം. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഈ വിഭവം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഈ വിഭവം ഉണ്ടാക്കാൻ നമ്മൾക്ക് ആദ്യം മാവ് കുഴച്ചു വെക്കണം. ഇതിന് ഒരു പാത്രത്തിൽ 1 കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കുക. ഇനി 1/4 സ്പൂൺ ഉപ്പ് ചേർത്ത് യോജിപ്പിക്കുക. നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചില്ലെങ്കിൽ ഉപ്പ് അവിടെ കട്ട കെട്ടി കിടക്കും. ഇനി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ചപ്പാത്തി മാവിനേക്കാൾ കുറച്ച് കട്ടിയിൽ കുഴയ്ക്കുക. അല്പാൽപമായി വെള്ളമൊഴിച്ച് മയത്തിൽ കുഴയ്ക്കുക. വെള്ളം ഒട്ടും കൂടരുത്. മാവിന് മുകളിൽ ലേശം എണ്ണ തടവി ഒന്നുകൂടി കുഴച്ച് അടച്ച് 10 മിനിറ്റ് വയ്ക്കുക. ഇനി നമ്മൾക്ക് സ്റ്റഫിംഗ് തയ്യാറാക്കാം. ഇതിന് ആദ്യം തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കൂടെ 3 സവാള നീളത്തിൽ അരിഞ്ഞെടുക്കാം. അടുത്തതായി ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ എണ്ണ ചേർക്കുക. വെളിച്ചെണ്ണയോ റിഫൈൻഡ് ഓയിലോ ഏത് വേണമെങ്കിലും ചേർക്കാം. എണ്ണ ചൂടാവുമ്പോൾ 1 സ്പൂൺ പെരിഞ്ജീരകം ചേർക്കുക. പെരിഞ്ജീരകം മൂത്ത് മണം വരുമ്പോൾ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കുക. 3 മീഡിയം സൈസിലുള്ള സവാളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇത് 2 മിനിറ്റ് ഇളക്കി സവാള കണ്ണാടി പരുവമാകുമ്പോൾ 1 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് വഴറ്റുക. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതാണ്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ 1 മിനിറ്റ് വഴറ്റുക. സവാള നല്ലപോലെ മൊരിയേണ്ട, കുറച്ച് ക്രഞ്ചിയായി കിടക്കണം. ഗ്യാസ് സിമ്മിൽ വെച്ച് മസാലപ്പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 സ്പൂൺ കൊത്തമല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് വഴറ്റുക. ഗരം മസാലയ്ക്ക് പകരം മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ ചേർത്താലും മതി. ഞാൻ എടുത്തിരിക്കുന്ന സ്പൂണ് വളരെ ചെറുതായതുകൊണ്ടാണ് ഈ അളവുകൾ. കുറച്ച് വലിയ സ്പൂണാണെങ്കിൽ ഇതിൻ്റെ പകുതി ചേർത്താൽ മതി. ഇനി മസാലയുടെ പച്ചമണം മാറുന്നത് വരെ സിമ്മിൽ വഴറ്റുക. ഇതിൽ നമ്മൾ തക്കാളി ചേർക്കുന്നില്ല. തക്കാളി ചേർത്താൽ മസാല ലൂസാവും. മസാല ഉള്ളിൽ വെച്ച് സ്റ്റഫിംഗ് ചെയ്യുന്നത് കാരണം തക്കാളി ചേർക്കേണ്ട. ഇതേ മസാല വെച്ച് തന്നെയാണ് നമ്മൾ സമോസയും ഉണ്ടാക്കാറ്. കുറച്ച് മല്ലിയില കൂടി തൂവി വാങ്ങി വയ്ക്കാം. ഇനി ഇതിൽ മുട്ട പുഴുങ്ങിയത് ചേർക്കണമെങ്കിൽ ചേർക്കാം. അതുപോലെ പനീർ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി മസാല ഒരു പ്ലേറ്റിലേക്ക് മാറ്റി തണുക്കാൻ വയ്ക്കാം. ഇനി നമ്മൾക്ക് കുഴച്ച് വെച്ച മാവെടുത്ത് ചപ്പാത്തിക്ക് ഉരുട്ടുന്നതിനേക്കാളും ചെറിയ ഉരുളകളാക്കി ഉരുട്ടി വയ്ക്കാം. നമ്മളിന്ന് 2 ആൾക്കുള്ള അളവിലാണ് ഇതുണ്ടാക്കുന്നത്. ഇനി 1 ഉരുള മാവെടുത്ത് ഗോതമ്പ് മാവിൽ മുക്കി പരത്താം. ഒരുപാട് നൈസായി പരത്തേണ്ട, അതുപോലെ കട്ടിയിലും വേണ്ട. നൈസായി പരത്തിയാൽ സ്റ്റഫിംഗ് ഉള്ളിൽ വയ്ക്കുമ്പോൾ മസാല പുറത്തു വരും. പൂരിയുടെ വലിപ്പത്തിൽ പരത്തി മസാല ഉള്ളിൽ വെച്ച് മോമോസ് മടക്കുന്നത് പോലെ മടക്കി അധികമുള്ള മാവെടുത്ത് മാറ്റുക. ഇനി നമ്മൾക്ക് മുട്ട വേവിച്ചത് ഇതുപോലെ മുറിച്ച് മസാലയുടെ കൂടെ വെച്ച് ഇതുപോലെ മടക്കി നടുക്കുള്ള അധിക മാവെടുത്ത് മാറ്റാം. ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മസാല മാത്രമായോ അല്ലെങ്കിൽ മസാലയും പുഴുങ്ങിയ മുട്ട മുറിച്ചതും കൂടി വെച്ചോ സ്റ്റഫ് ചെയ്യാവുന്നതാണ്. മോമോസിന് ഇങ്ങനെയാണ് നമ്മൾ മാവ് ഞൊറിയുന്നത്. ഇനി നിങ്ങൾക്കിത് ബുദ്ധിമുട്ടാണെങ്കിൽ പൂരി പരത്തി നടുക്ക് മസാല വെച്ച് 2ആയി മടക്കി വെച്ചാലും മതി. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അങ്ങനെ ചെയ്യുക. അതുപോലെ സ്റ്റഫിങ്ങിന് തയ്യാറാക്കുന്ന മസാലയിൽ ക്യാരറ്റ്, ബീൻസ്, മഷ്റൂം, കോളിഫ്ലവർ, ഗ്രീൻ പീസ് എന്നിവ ചേർക്കണമെങ്കിൽ ചേർക്കാം.
ചിക്കൻ വേവിച്ച് എല്ല് മാറ്റിയത് ചേർക്കണമെങ്കിലും ചേർക്കാവുന്നതാണ്. നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് ചെയ്യുക. ഇനി നമ്മൾക്ക് ഇത് ആവിയിൽ ഇഡ്ഡലിത്തട്ടിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം. ഇഡ്ഡലിത്തട്ടിൽ ലേശം എണ്ണ പുരട്ടി ഒന്നിനോടൊന്ന് തൊടാത്ത രീതിയിൽ ഇത് വെച്ചു കൊടുക്കാം. ഇഡ്ഡലി പാത്രത്തിൻ്റെ അടിയിൽ ഇഡ്ഡലി വേവിക്കുമ്പോൾ വെള്ളം വയ്ക്കുമല്ലോ, അതുപോലെ ഇഡ്ഡലിത്തട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം തിളച്ച് ആവി വരുമ്പോൾ നമ്മൾ തയ്യാറാക്കിയ ഗോതമ്പ് ഉരുളകൾ വെച്ച് അടച്ച് 5 മിനിറ്റ് വേവിക്കുക. വെന്തു കഴിഞ്ഞാൽ ഗോതമ്പ് മാവ് ഉരുളകൾക്ക് നല്ല ഷൈനിങ് ഉണ്ടാവും. ഇനി ഇത് തണുക്കാൻ വയ്ക്കാം. ഡയറ്റിലുള്ളവർക്ക് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. കുറച്ചുകൂടി സ്വാദ് കൂട്ടാൻ നമ്മൾക്ക് ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കാം. പാൻ ചൂടാവുമ്പോൾ 2 സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1/4 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിയതും ചെറുതായി അരിഞ്ഞു വെച്ച കറിവേപ്പില, മല്ലിയില എന്നിവ തൂവി കൊടുക്കുക. ഇനി നമ്മൾക്ക് വേവിച്ച ഗോതമ്പ് മാവ് ഉരുളകൾ നിരത്തി ഹൈ ഫ്ലെയിമിൽ 2 വശവും ചുട്ടെടുക്കുക. സൈഡും ഇങ്ങനെ ചുട്ടെടുക്കാം. സ്വാദിഷ്ടമായ പ്രഭാത ഭക്ഷണം റെഡി. തികച്ചും പുതുമയുള്ള ഇത് സൈഡ് ഡിഷ് ഇല്ലാതെ തന്നെ കഴിക്കാം. കുട്ടികൾക്ക് ഇത് ടൊമാറ്റോ സോസ് കൂട്ടി കൊടുക്കാം. ഈ പലഹാരം ടിഫിൻ ബോക്സിൽ ലഞ്ചിന് കൊടുത്തു വിടാനും നല്ലതാണ്. വൈകുന്നേരത്തെ ചായയ്ക്കൊപ്പം ഈവനിങ് സ്നാക്കായും ഇത് യൂസ് ചെയ്യാം. അതിന് ഇത് കൂടുതൽ എണ്ണം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ അടച്ചു വയ്ക്കുക. വൈകുന്നേരം എണ്ണ ചൂടാക്കി ഇവയിട്ട് പൊരിച്ചെടുത്താൽ ഒന്നാം തരം ഈവനിങ് സ്നാക്കായി. നമ്മുടെ ഈ കുഞ്ഞു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതട്ടെ. ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം പറയുമല്ലോ. എന്നും ഒരേ വിഭവം ഉണ്ടാക്കാതെ ലേശം വ്യത്യസ്തമായി ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകും. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കാനും മറക്കില്ലല്ലോ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.